വന്ന ആൾക്ക് എന്താണെങ്കിലും സ്വാഗതമുണ്ട്. വെൽക്കം ടു മൈ ലൈഫ്. എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ, കാര്യങ്ങൾ? ഇത്താമോ, മഴയുണ്ടോ? പലയിടത്തും മഴ ഉണ്ടെന്ന് പറയുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളം പൊങ്ങിയിട്ടുണ്ടെന്നും പറയുന്നു കേൾക്കുന്നു. കുട്ടനാട് പരിസരത്തൊക്കെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്താണ് കുട്ടനാട് പരിസരങ്ങളിൽ ഉള്ളവരൊക്കെ ഉണ്ടോ നമ്മുടെ ഈ ലൈവ് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിശേഷങ്ങളുമായിട്ട് നമ്മളോടൊപ്പം ചേരാം. അതിനിടയിൽ നമുക്കിന്നൊരു സബ്ജക്റ്റ് കൂടെ ഉണ്ട്. എന്താണ് നമ്മൾ പ്രയോറിറ്റി എന്നുള്ളൊരു സംഭവം കൂടെ. വാ ഇരിക്കും. ഈ ഇതുകൊണ്ട് എന്തിനൊക്കെ വെക്കുന്നത്? നിങ്ങളുടെ ബേബി പേസ്റ്റ് ഇല്ല? ഈ പേസ്റ്റ് ഒന്നും നിങ്ങൾ യൂസ് ചെയ്യണ്ട കേട്ടോ. ബേബി പേസ്റ്റ് നാളെ മേടിക്കാൻ പറയുന്നു വെച്ചോട്. അത്ര മതി. ശോഭാനൻ ചേച്ചി മെസ്സേജ് എന്ത് ഡിലീറ്റ് ആക്കി കഴിഞ്ഞാൽ കണ്ടില്ലായിരുന്നു കേട്ടോ. ശോഭാനൻ ചേച്ചി നമസ്കാരം, വെൽക്കം ടു ലൈവ്. എന്താണ് വിശേഷങ്ങൾ? ഉറങ്ങിയിട്ടില്ലായിരുന്നോ? ഞാൻ 10:30 എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ 10:30 ഒക്കെ ആകുമ്പോൾ കുറേ ലേറ്റ് ആവും എന്നത് കൊണ്ട് ലൈക്ക് 3 എന്ന് പറയുന്നു. താങ്ക് യു. കുറച്ച് നേരത്തെ ചെയ്തതാണ്, കുറച്ച് നേരത്തെ തന്നെ ആക്റ്റീവ് ആക്കിയതാണ്. അപ്പോൾ വരാൻ കഴിയുന്നവർ ഈ സമയത്ത് വന്ന് സപ്പോർട്ട് ചെയ്ത് പോകുമല്ലോ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞു, കാര്യങ്ങൾ കഴിഞ്ഞ് ഇങ്ങനെ ഫ്രീ ആയപ്പോൾ ഒന്ന് നമ്മൾ ലൈവിലേക്ക് വന്നതാണ് കേട്ടോ ചേച്ചി. എന്താണ് വിശേഷങ്ങൾ? നമ്മുടെ ഇന്നത്തെ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾക്ക് പ്രയോറിറ്റി, അതായത് നമ്മൾക്ക് ഒരു വ്യക്തി അയാൾ നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് എങ്ങനെയാണ് നമ്മൾക്ക് ആ ഒരു വ്യക്തിനെ അറിയിക്കാൻ പറ്റുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ചെറിയൊരു ചോദ്യം. ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ കേട്ടിരിക്കുന്നവരുണ്ട്. എല്ലാ സുഹൃത്തുക്കൾക്കും വെൽക്കം ടു മൈ ലൈഫ്. അപ്പോൾ നമ്മുടെ ചോദ്യം ചെറിയൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലൂടെയുള്ള എല്ലാ ഉത്തരങ്ങളും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം. ചോദ്യം ചെറിയൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ അയാളാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ എന്ന് അയാളെ എങ്ങനെ നമുക്ക് ബോധ്യപ്പെടുത്താം, അല്ലെങ്കിൽ അയാൾക്ക് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാം എന്നാണ് ചോദ്യം. സിയാൻ്റെ ലൈവിൽ കയറാൻ പറ്റിയില്ല. സിയോണിൻ്റെ ലൈവിൽ കയറാൻ പറ്റില്ല. സോഷ്യൽ കമൻറ്റ് പറഞ്ഞിരുന്നു, പക്ഷേ അത് ചെയ്തല്ലോ. അത് ഞാൻ ലൈവിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണോ പറഞ്ഞത്? ഓക്കെ, ഗുഡ് നൈറ്റ് എന്ന് പറയുന്നു ചേച്ചി. ഓക്കെ താങ്ക് യു ചേച്ചി. അത് ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് വ്യക്തമാണ് എങ്കിൽ പുതുതായിട്ട് വന്ന സുഹൃത്തുക്കൾക്കായിട്ട് കൂടെ ഞാൻ ഒരിക്കൽ കൂടെ ആ ചോദ്യം ചോദിക്കുകയാണ്. എൻ്റെ ചോദ്യം ചെറിയ ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. അതിനുള്ള മറുപടി, അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് താഴെ കമൻറ്റിലൂടെ നമ്മളോട് അറിയിക്കാം. എല്ലാവർക്കും പലവിധ ഉത്തരങ്ങളായിരിക്കും, എല്ലാവർക്കും ഒരേ ഉത്തരങ്ങളായിരിക്കില്ല. കാരണം എല്ലാവരും പല രീതിയിൽ പല വ്യൂവിലൂടെ നോക്കിക്കാണുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. ഞാൻ കാണുന്ന കാഴ്ചകളായിരിക്കില്ല നിങ്ങൾ കാണുന്ന കാഴ്ചകളാവില്ല മറ്റുള്ളവർ കാണുക. അങ്ങനെ പല കാഴ്ചകൾ കൂടിച്ചേരുമ്പോഴാണ് കാഴ്ചകൾക്ക് മനോഹാരിത കൂടുന്നത്. കാരണം നമ്മളിൽ നിന്ന് നമ്മൾ കാണാത്ത പല കാഴ്ചകളും മറ്റൊരാളിലൂടെ അവരുടെ അറിവിൽ നിന്ന് നമ്മളത് കേട്ട് ആ ഒരു കാഴ്ചപ്പാടിലൂടെയും അത് കാണുമ്പോൾ അതിന് മനോഹാരിത കൂടുതലായിരിക്കും. ചോദ്യം ചെറിയൊരു ചോദ്യമാണ്. വിഷ്ണു ശോഭന ഹായ് പറയുന്നുണ്ട്, വെൽക്കം. നമ്മുടെ ചോദ്യം ചെറിയൊരു ചോദ്യമാണ്. നമ്മൾക്ക് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അയാളാണ് നമ്മൾക്ക് ഏറ്റവും പ്രയോറിറ്റി ഉള്ള ഒരാൾ എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുക? ഏതൊക്കെ അവസരങ്ങളിലൂടെയാണ് നമുക്ക് അയാൾക്ക് അത് കാണിച്ചു കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന, നിങ്ങളെ ഏറ്റവും വേണ്ടപ്പെട്ട, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുണ്ടാവാം. ആ ആൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് അയാളാണ് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ എങ്ങനെ കാണിച്ചു കൊടുക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയ ചോദ്യം. അത് നിങ്ങൾക്ക് ആർക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അതിന് ഉത്തരം തരാൻ കഴിയും എന്നുള്ള ഈ ഒരു ചെറിയ ചോദ്യത്തിന് നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. വന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദിയുണ്ട്. എല്ലാ സുഹൃത്തുക്കളും ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് നന്നായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തിട്ട് അവരുടെ ഉത്തരം കൂടെ നമ്മളുടെ ഈ ചോദ്യത്തിനടിയിലേക്ക്